ന്യൂസിലാൻഡിനെതിരായ തോൽവി ഒറ്റ മത്സരത്തിലെ പരാജയമല്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ടീം ഇന്ത്യ പിന്തുടരുന്ന തെറ്റായ വഴിയുടെ ഫലമാണ്. സ്ഥിരതയില്ലാത്ത പ്ലേയിംഗ് 11, വ്യക്തതയില്ലാത്ത റോളുകൾ, മിഡിൽ ഓർഡർ തകർച്ച, മത്സരത്തിനിടയിലെ തന്ത്രപരമായ പിഴവുകൾ. ഒരു പ്ലാൻ ഇല്ല, ഒരു സ്ഥിരത ഇല്ല, ഒരു ദിശ പോലും ഇല്ല. ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ടീം ഇന്ത്യ. ഓരോ മത്സരവും പരീക്ഷണശാല, ഓരോ സീരീസും പുതിയ കഥ. ഇത് ഇന്ത്യൻ ക്രിക്കറ്റാണോ അല്ലെങ്കിൽ ട്രയൽ റൂമോ? കോച്ച് ഗംഭീറിന്റെ കർശനവും എൻ്റെ വഴിയേ ശരി എന്ന സമീപനവും ടീം ബാലൻസിനെ തന്നെ തകർത്തു. കോച്ച് ഗംഭീർ തന്ത്രം എന്ന പേരിൽ ടീമിനെ തകർക്കുകയാണ്. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഗാർക്കറിന്റെ അസ്ഥിരമായ തെരഞ്ഞെടുപ്പുകൾ താരങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കി. അതിലേറെ ഗുരുതരമായത് കോഹ്ലി, രോഹിത്, ഷമി പോലുള്ള സീനിയർ താരങ്ങളുള്ള മോശം സമീപനം. അനുഭവത്തെ ഭാരമായി കണ്ടാൽ വിജയം എങ്ങനെ വരും? ന്യൂസിലാൻഡ് മത്സരത്തിൽ കണ്ടത് ഇതാണ്: സമ്മർദ്ദം, സമയത്ത് പാനിക്ക്, തെറ്റായ ബൗളിംഗ് പ്ലാൻ, നേതൃത്വത്തിലെ ആശയക്കുഴപ്പം. ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടത് ഇനി പരീക്ഷണങ്ങളല്ല, അനുഭവവും യുവത്വവും ചേർന്ന വ്യക്തമായ ഒരു വിജയ റോഡ് മാപ്പാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഇനി സഹിക്കില്ല. വേണം അഹങ്കാരം അല്ല, ഉത്തരവാദിത്വം. പരീക്ഷണം അല്ല, വിജയ പ്ലാൻ.